ഹലോ ട്രേഡേഴ്സ്, ഗ്രീൻ ആരോ ട്രേഡിംഗ് അക്കാദമിയുടെ ഫോറക്സ് മാർക്കറ്റ് അനാലിസിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ വീക്കിൽ കിട്ടാവുന്ന ജസ്റ്റ് എൻട്രികൾ എന്താണെന്ന് നോക്കാം. ഇവിടെ നിലവിൽ JPI ഒരു സെല്ല് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു വീക്കിലിൽ നോക്കുമ്പോൾ എന്താണ്, ഒരു FEG അതായത് വീക്കിലി നോക്കുമ്പോൾ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മിറ്റിഗേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഏരിയ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഒരു നല്ലൊരു ഫാള് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഏകദേശം നമുക്ക് ടാർഗറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ലോ വരെ എക്സ്പെക്ട് ചെയ്യാം, ഈ ഒരു ലോ വരെ. ഓക്കെ, ഇവിടെ വീക്കിലി നോക്കുമ്പോൾ നല്ലൊരു ഫെയർ വാല്യൂ മിറ്റിഗേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഡെയിലി വരാം. ഇപ്പൊ ഡെയിലിയിൽ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫെയർ വാല്യൂ ടാപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി. പിന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വീണ്ടും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അപ്പൊ ഡെയിലി നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഫുൾ എന്തൊരു കൺസോളേഷൻ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആണ് വരിക. ഓക്കെ, ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നിലവിൽ പ്രൈസ് 194 ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫിപ്പ് ലെവൽ നോക്കുമ്പോൾ ഫിപ്പ് ലെവൽ നോക്കുമ്പോൾ ഏകദേശം 618 ഈ ഒരു ഗോൾഡൻ ലെവൽക്ക് വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് നമുക്ക് ഇവിടുന്ന് ഒരു സെല്ല് നോക്കാം. നമ്മൾ ഡയറക്റ്റ് ഡെയിലി ടൈം ഫ്രെയിമിലല്ല കയറാറുള്ളത്. ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഒരു സെല്ല് നോക്കാൻ പറ്റും. ടാർഗറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോ വരെ കാണാൻ പറ്റും. ഓക്കെ, 189. ഓക്കെ, ഈ ഒരു ലോ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് കാണാൻ പറ്റും JPI. ഓക്കെ, പിന്നെ വേറൊരു പേര് നോക്കാനുള്ളത് GBP CAD ഉണ്ട്. GBP CADും ഇതേപോലെ ഒരു സെല്ലാണ് കാണുന്നത്. ഓക്കെ, GBP CAD. ഓക്കെ, ഇപ്പൊ ഇവിടെ നിലവിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോ വീക്കിലി നോക്കുമ്പോൾ ഒരു മുമ്പുണ്ടായിരുന്ന പൈസ എടുത്തിട്ടുണ്ട്. ഓക്കെ, മുമ്പുണ്ടായിരുന്ന പൈസ എടുത്തു. ഇവിടെ എന്ത് ചെയ്യാം, ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഡെയിലിയിൽ നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ലിക്വിഡിറ്റിന് ശേഷം പ്രൈസ് നല്ലൊരു ഡൗൺ വന്ന് വീണ്ടും അപ്പ് പോയി മുമ്പുണ്ടായിരുന്ന ഒരു പൈസയോട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പൈസയോട് വീണ്ടും എടുത്തിട്ടുണ്ട്. അഗൈൻ എടുത്തു. ഇതെടുത്തതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വീണ്ടും എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഫാള് വന്നു. ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുണ്ട് അല്ലെ, ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു FEG ഇവിടെ ഫോം ആയിട്ടുണ്ട്. FEG ടാപ്പ് ചെയ്തിട്ടുണ്ട് പ്രൈസ്. നിലവിലെ പ്രൈസ് FEG ടാപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു സെല്ല് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സെല്ല് നമുക്ക് ഏകദേശം ടാർഗറ്റ് ഈ ഒരു ലോ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വീണ്ടും ഇവിടെ ഈ ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരാൻ വേണ്ടി ചെയ്യാൻ പറ്റും, ടാർഗറ്റ് കാണാൻ വേണ്ടി പറ്റും. അതിപ്പോൾ ഇവിടെ നിലവിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇനി പ്രൈസ് ഏകദേശം ഈ ഒരു ലോ വന്ന് ഈ ഒരു ലോ വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, GBP CAD. ഓക്കെ, അപ്പോൾ വരും വീക്കുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ട്രേഡ് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതേപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് GBP CAD, അതുപോലെ യൂറോ CADലും ഇതേപോലെ സെല്ല് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂറോ CADലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെയിലി നോക്കുമ്പോൾ എന്താണ്, ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ എടുത്തു. ഇവിടെ നല്ല രീതിയിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രൈസ് അങ്ങോട്ട് വന്നിട്ടില്ല. വീണ്ടും നല്ല രീതിയിൽ ഡൗൺ വന്നു. ഓക്കെ, ഡൗൺ വന്ന് ഈ ഒരു ലോക്ക് സ്ട്രക്ചറൊക്കെ ഷിഫ്റ്റ് ആയി. ഡൗൺ വന്നു, വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നല്ല ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. FEG ക്രിയേറ്റ് ആയിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രൈസ് ഈ ഒരു ലോ വരെ നമുക്ക് എന്ത് പറ്റും, ടാർഗറ്റ് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഈ പ്രൈസ് ഇതുവരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ബ്രേക്ക് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ലോ വരെ കാണാം.
ഇപ്പൊ നിലവിൽ FEG നമുക്ക് പ്രൈസ് വന്നിട്ടുണ്ട്. ഓക്കെ, നിലവിൽ FEG നമുക്ക് പ്രൈസ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ഡൗൺ എക്സ്പെക്ട് ചെയ്യാം. ഏകദേശം ടാർഗറ്റ് ഈ ഒരു ലെവൽ വരെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏകദേശം അത്യാവശ്യം റിസ്ക് റിവാർഡ് ഉണ്ടാവും ഈ ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ. എപ്പോഴും എന്ത് ചെയ്യാം, കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ക്യാപിറ്റലിന്റെ 1% റിസ്ക് എടുക്കാൻ നോക്കാം. ഓക്കെ, ഏത് ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്യാപിറ്റലിന്റെ 1% മാത്രം റിസ്ക് എടുക്കുക. ഓക്കെ, ഇത്രയും പേരുകളാണ് നമ്മൾ ഈ വീക്കിൽ നോക്കുന്നത്. യൂറോ കാർഡ്, അതുപോലെ GBP കാർഡ്, GBP JPY. ഓക്കെ, താങ്ക് യു.